നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീതമായ നാമത്തിൽ എന്നെ കേൾക്കുന്ന ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. സഭ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോയിൽ അവതരിപ്പിച്ച സഭയെക്കുറിച്ചുള്ള സത്യങ്ങളൊന്ന് അയവിറക്കാം. ഒന്ന്, പുതിയ നിയമത്തിൽ സഭയെക്കുറിച്ച് ആദ്യമായി സംസാരിച്ചത് നമ്മുടെ കർത്താവാണ്. രണ്ട്, തൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവളാണ് സഭ, അതുകൊണ്ട് സഭ തൻ്റെ സ്വന്തമാണ്. മൂന്ന്, സഭ എന്ന നിർമ്മാണത്തിൻ്റെ അടിസ്ഥാന ശില യേശുക്രിസ്തുവാണ്. താൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്നു എന്ന അടിസ്ഥാന സത്യമാണ് ആ ശില. നാല്, ആ സത്യത്തെ അടിസ്ഥാനമാക്കി താൻ തൻ്റെ സഭയെ പണിയും എന്ന് യേശു പഠിപ്പിച്ചു. ആകയാൽ യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്നു എന്ന വിശ്വാസമില്ലാത്തവൻ എന്ന് വിശ്വസിക്കാത്ത ആരും സഭയുടെ അംഗങ്ങളല്ല. അഞ്ച്, സഭയെ ജയിക്കുവാൻ പാതാള ശക്തികൾക്ക് കഴിയുന്നതല്ല. ആറ്, സ്വർഗത്തിലും ഭൂമിയിലുമായി വ്യാപിച്ചു കിടക്കുന്ന സഭയെ സാർവത്രിക സഭ എന്നും അതിൻ്റെ ഭാഗം തന്നെയായ അതാത് സ്ഥലങ്ങളിലുള്ള കൂട്ടങ്ങളെ സ്ഥലം സഭകൾ എന്നുമാണ് വിളിക്കുന്നത്. ഏഴ്, അപ്പസ്തോലിക ലിഖിതങ്ങളിൽ സ്ഥലം സഭകൾ അതാത് സ്ഥലപ്പേരുകളിൽ അറിയപ്പെടുന്നു. ചിലപ്പോൾ ഗലാത്യയിലെ സഭകൾ എന്നൊക്കെ പോലെ ഒരു പ്രദേശത്തെ സഭകളായും അറിയപ്പെടുന്നു. ഈ വീഡിയോയിലെ വിഷയം സ്ഥലം സഭകൾ നടത്തപ്പെടുന്നത് എങ്ങനെ അഥവാ ഭരിക്കപ്പെടുന്നത് എങ്ങനെ എന്നതാണ് ഈ വീഡിയോയിലെ വിഷയം. പുതിയ നിയമപ്രകാരമുള്ള സഭയുടെ ഭരണം, ഭരണകർത്താക്കന്മാർ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി ലഭിക്കുന്നത് സ്വാഭാവികമായും പുതിയ നിയമത്തിലാണ്. എങ്കിലും ചുരുക്കമായിട്ട് മാത്രമേ പ്രതിപാദിച്ചിട്ടുള്ളൂ. പഴയ നിയമത്തിന് കീഴിലുണ്ടായിരുന്നവർക്ക് ഭവിച്ച കാര്യങ്ങൾ ദൃഷ്ടാന്തമായി അവർക്ക് ഭവിച്ചു എന്ന് 1 കൊരിന്ത്യർ 10:11 പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് പഴയ നിയമത്തിലെ സഭയെ ദൈവം നടത്തിയ വിധങ്ങൾ നമുക്ക് ദൃഷ്ടാന്തമായിട്ടാണ് തന്നിരിക്കുന്നത്. ആ വീക്ഷണകോണിലൂടെയാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നാം ഒന്നാമതായി മനസ്സിലാക്കേണ്ട സത്യം ഇതാണ്: ദൈവജനം ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടമാണ്. ഇസ്രായേലിയർ പരമ്പരാഗതമായി ഇടയന്മാരായിരുന്നു. ആ സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്നുള്ളവർ അതിൽ നിന്നുകൊണ്ടാണ് തിരുവെഴുത്തുകളുടെ രചന നടത്തിയിരിക്കുന്നത്. അപ്രകാരം ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ച് തൻ്റെ ജനമായിരിക്കുവാൻ കൊണ്ടുവന്നതിനെ കുറിച്ച് സങ്കീർത്തനക്കാരൻ എഴുതി. എന്നാൽ തൻ്റെ ജനത്തെ അവൻ ആടുകളെ പോലെ പുറപ്പെടുവിച്ചു, മരുഭൂമിയിൽ ആട്ടിൻകൂട്ടത്തെ പോലെ അവരെ നടത്തി. 78-ാം സങ്കീർത്തനം 52-ാം വാക്യം. ഇങ്ങനെ പഴയ നിയമ കാഴ്ചപ്പാടിൽ ദൈവജനം ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടമാണ്. ദൈവം ഒരിടയനെ പോലെ അവരെ നടത്തിപ്പോന്നു. അതുകൊണ്ട് ദാവീദ് പാടി, യഹോവ എൻ്റെ ഇടയനാകുന്നു, സങ്കീർത്തനം 23:1. ആസാഫ് പാടി, എന്നാൽ നിന്റെ ജനവും നിന്റെ മേച്ചിൽപ്പുറത്തെ ആടുകളുമായ ഞങ്ങൾ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും, സങ്കീർത്തനം 79:13. അതുപോലെ സങ്കീർത്തനം 95:7 സങ്കീർത്തനക്കാരൻ എഴുതി പാടി, അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവൻ്റെ കൈക്കിലെ ആടുകളും തന്നെ എന്ന്. അതുകൊണ്ട് ദൈവജനത്തെ നടത്തിയിരുന്നവർ, അവരെ ഭരിച്ചിരുന്നവർ പൊതുവെ ഇടയന്മാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഉദാഹരണത്തിന് മോശെ ദൈവജനത്തിൻ്റെ ഇടയൻ ആയിരുന്നു. ദൈവം തൻ്റെ ജനത്തെ മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ചു കൊണ്ടുവരുമ്പോൾ മോശെ അവർക്ക് ഇടയനായിരുന്നു. തൻ്റെ നിര്യാണകാലം അടുത്തപ്പോൾ മോശെ ദൈവത്തോട് പ്രാർത്ഥിച്ചു പറഞ്ഞ വാക്കുകൾ ഈ കാര്യം സ്ഥിരീകരിക്കുന്നു. യഹോവയുടെ സഭ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകാതിരിക്കുവാൻ തക്കവണ്ണം അവർക്ക് മുമ്പായി പോകുവാൻ, അവർക്ക് മുമ്പായി വരുവാനും, അവരെ പുറത്തു കൊണ്ടുപോകുവാൻ, അകത്ത് കൊണ്ടുവരുവാനും സകല ജഡത്തിൻ്റെയും ആത്മാക്കളുടെ ദൈവമായ യഹോവ സഭയുടെ മേൽ ഒരാളെ നിയമിക്കുമാറാകട്ടെ. സംഖ്യാപുസ്തകം 27-ലാണ് നാം ഇത് വായിക്കുന്നത്. ആ അപേക്ഷയെ നമുക്ക് ഇപ്രകാരം വിശദീകരിക്കുവാനായിട്ട് സാധിക്കും. ഒന്ന്, മോശയുടെ നിര്യാണകാലം അടുത്തിരുന്നു. താൻ ജനത്തിൻ്റെ ഇടയനായിരുന്നു. താൻ മരിച്ചാൽ ജനം ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകുമായിരുന്നു. അതുകൊണ്ടാണ് യഹോവയുടെ സഭ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകാതിരിക്കുവാൻ എന്ന് താൻ പറഞ്ഞ് അപേക്ഷിച്ചത്.
മോശയെ പോലെ പുതിയ നിയമസഭകളിലും സഭകളെ നടത്തുന്നവരെ ഇടയന്മാർ എന്നാണ് വിളിക്കുന്നത്. അപ്പസ്തോലന്മാർ ഇടയന്മാരായിരുന്നു. ഇന്ന് സുവിശേഷകന്മാരും മൂപ്പന്മാരും ഇടയന്മാരാണ് ആയിരിക്കുന്നത്. ഇടയന്മാർ ദൈവത്തിന്റെ പ്രതിനിധികളാണ് എന്ന കാര്യം ആണ് ഇനി നമ്മൾ കാണുവാൻ പോകുന്നത്. ദൈവമാണ് തന്റെ ജനത്തെ ആടുകളെ പോലെ പുറപ്പെടുവിച്ചതും മരുഭൂമിയിൽ ആട്ടിൻകൂട്ടത്തെ പോലെ അവരെ നടത്തിയതും എന്ന് സങ്കീർത്തനം 78:52 പറഞ്ഞിരിക്കുന്നു. അത് സത്യമായിരിക്കുമ്പോൾ തന്നെ മോശെ എന്ന ഇടയൻ വഴിയാണ് ദൈവം അത് ചെയ്തത്. ആകയാൽ മോശെ ദൈവത്തിന്റെ പ്രതിനിധിയായ ഇടയൻ ആയിരുന്നു. പുതിയ നിയമസഭകളിൽ ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങളായിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ നിന്ന് തൻ്റെ ജനത്തെ ആടുകളെ പോലെ പുറപ്പെടുവിക്കുന്നു. ആട്ടിൻകൂട്ടത്തെ പോലെ അവകാശ ഭൂമിയിലേക്ക് നടത്തുന്നു. താനാണ് ഇടയശ്രേഷ്ഠൻ. എങ്കിലും താൻ നിയമിച്ച ഇടയന്മാർ വഴിയായി അവരെ സുവിശേഷ ഘോഷണത്താൽ പുറപ്പെടുവിക്കുകയും തുടർന്ന് സഭാബന്ധത്തിൽ അവരെ മുന്നോട്ട് നടത്തുകയും ചെയ്തു. അടുത്തതായി ഇടയന്മാർ ആട്ടിൻകൂട്ടത്തിന് മാതൃക എന്ന കാര്യമാണ് അവതരിപ്പിക്കുന്നത്. ഒരു ഇടയനെ പോലെ അവർക്ക് മുമ്പായി പോകുവാനും അവർക്ക് മുമ്പായി വരുവാനും അവരെ പുറത്തു കൊണ്ടുപോകുവാനും അകത്ത് കൊണ്ടുവരുവാനും മോശയ്ക്ക് കടമയുണ്ടായിരുന്നു. മോശ അത് ചെയ്യുന്നുണ്ടായിരുന്നു. ആട്ടിൻകൂട്ടത്തിന് മാതൃകയായിരിക്കണമെന്നാണ് അവർക്ക് മുൻപായി പോകുവാനും അവർക്ക് മുൻപായി വരുവാനും എന്ന പദപ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരെ പുറത്ത് കൊണ്ടുപോകുന്നത് മേയ്ക്കുവാൻ, അകത്ത് കൊണ്ടുവരുന്നത് മേയിച്ച ശേഷം വരുന്ന കാര്യമാണ്. പുതിയ നിയമസഭകളിലും ഇടയന്മാരുടെ കടമ ഇതൊക്കെ തന്നെയാണ്. നിങ്ങളുടെ വിചാരണയിലുള്ള ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ, നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ എന്ന അപ്പസ്തലനായ പത്രോസിന്റെ വാക്കുകൾ ഇതാണ് പറയുന്നത്. അടുത്തതായി ഇടയന്മാരുടെ നിയമനം സംബന്ധിച്ച് പറയാം. മോശയുടെ നിര്യാണത്തിൽ സഭ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകാതിരിക്കുവാൻ മറ്റൊരുവൻ ആ സ്ഥാനത്ത് നിയമിക്കപ്പെടേണ്ടത് ആവശ്യമാണ് എന്ന അവബോധം മോശയ്ക്കുണ്ടായിരുന്നു. ഇടയനില്ലാത്ത സഭകൾ ഇടയനില്ലാത്ത ആടുകളെ പോലെ അരക്ഷിതരായിട്ട് ഇരിക്കുന്നു. യഥാർത്ഥ ഇടയന്മാർ അല്ലാത്തവർ ഇടയന്മാരായിരിക്കുമ്പോഴും ജനം അരക്ഷിതരായിരിക്കുന്നു. ദൈവത്താൽ നിയമിതരായ ഇടയന്മാർ സഭകൾക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇടയന്മാരെ നിയമിച്ചിരുന്നത് ദൈവമാണ്. ദൈവമായിരുന്നു തൻ്റെ ജനത്തിന് ഇടയന്മാരെ നിയമിച്ചിരുന്നത് എന്നും നമുക്ക് സംഖ്യാപുസ്തകത്തിലെ വചനഭാഗത്ത് നിന്ന് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് സകല ജനത്തിന്റെ ആത്മാക്കളുടെ ദൈവമായ യഹോവ സഭയുടെ മേൽ ഒരാളെ നിയമിക്കുമാറാകട്ടെ എന്ന് മോശെ അപേക്ഷിച്ചത്. പുതിയ നിയമകാലത്തും കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. ദൈവമാണ് തൻ്റെ ജനത്തിന് ഇടയന്മാരെ നിയമിക്കുന്നത്. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുക എന്ന അപ്പോസ്തല പ്രവൃത്തി 20:28 വചനം പറയുന്നത് അതാണ്. സഭയ്ക്ക് അധ്യക്ഷന്മാരുടെ ആവശ്യമുണ്ടെങ്കിൽ മോശ ചെയ്തതുപോലെ ആവശ്യക്കാർ ദൈവത്തോട് അപേക്ഷിക്കട്ടെ. തൻ്റെ ജനത്തിനു വേണ്ടി ചോര ചിന്തിയവൻ ആ പ്രാർത്ഥന നിശ്ചയമായിട്ടും കേട്ടുത്തരം നൽകും. ഇനി സഭ എന്ന ആശയം പഴയ നിയമത്തിൽ ഉണ്ട് എന്ന് നമുക്കിവിടെ ഒന്ന് മനസ്സിലാക്കാൻ കഴിയും. ദൈവം മോശ വഴിയായി പുറപ്പെടുവിച്ച് നടത്തിക്കൊണ്ടുവന്ന തൻ്റെ ജനത്തെ സഭ എന്നാണ് വിളിച്ചിരുന്നത്. ആകയാൽ സഭ എന്ന ആശയം പുതിയ നിയമത്തിൽ എന്ന പോലെ പഴയ നിയമത്തിലുണ്ട്. പുതിയ നിയമത്തിലെ സഭ ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണെങ്കിൽ പഴയ നിയമത്തിലേത് ക്രിസ്തുവിന്റെ നിഴലായ പെസഹ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ഇങ്ങനെ പഴയ നിയമത്തിലെ സഭ നിഴൽ സഭയും പുതിയ നിയമത്തിലേത് പൊരുൾ സഭയുമാണ്. ദൈവം മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ടു വന്നിരുന്ന തൻ്റെ ജനത്തെ സഭ എന്ന് വിളിച്ചതുകൊണ്ട് സ്തെഫാനോസ് അവരെ മരുഭൂമിയിലെ സഭ എന്നാണ് വിളിച്ചത്. ഈ കാര്യം ഈ സാഹചര്യത്തിൽ പ്രസ്താവ്യമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 7:38 ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത ഇടയനായിട്ട് നിയമിക്കപ്പെട്ടത് യോശുവ ആയിരുന്നു. ദൈവം മോശയുടെ അപേക്ഷയ്ക്ക് കൊടുത്ത മറുപടി ഇപ്രകാരമായിരുന്നു: എൻ്റെ ആത്മാവുള്ള പുരുഷനായി
നൂന്റെ മകനായ യോശുവയെ വിളിച്ച് അവന്റെ മേൽ കൈവച്ച് അവന് പുരോഹിതനായ ഏലയാസറിന്റെയും സർവ്വസഭയുടെയും മുമ്പാകെ നിർത്തി അവർ കാണുക അവന് ആജ്ഞ കൊടുക്കുക. 18-19 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. 18-ാം വാക്യത്തിൽ നിന്ന് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന കാര്യങ്ങൾ ആദ്യം ചിന്തിക്കാം. ആദ്യം അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇടയൻ ആരായിരിക്കണം എന്ന കാര്യമാണ്. ദൈവസഭയുടെ ഇടയൻ ദൈവാത്മാവുള്ളവനായിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമാണ്. അതുകൊണ്ടാണ് ദൈവം എൻ്റെ ആത്മാവുള്ള പുരുഷനായി നൂന്റെ മകനായ യോശുവയെ വിളിച്ച് അവന് ആജ്ഞ കൊടുക്കുക എന്ന് കരുതി. എന്തുകൊണ്ടാണ് ദൈവസഭയുടെ ഇടയൻ ദൈവാത്മാവുള്ളവനായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്? മോശയുടെ അപേക്ഷയിൽ ദൈവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സകല ജഡത്തിന്റെയും ആത്മാക്കളുടെ ദൈവമായ യഹോവ എന്നാണ്. ദൈവം ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമാണെന്നാണ് മോശ പറഞ്ഞത്. പത്രോസ് ദൈവാത്മാവിൽ പറഞ്ഞതും അത് തന്നെയാണ്. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. 1 പത്രോസ് 2:25 നാം ഇങ്ങനെ വായിക്കുന്നത്. ദൈവം ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനും ആയിരിക്കുന്നത് പോലെ ദൈവത്തിന് പകരം നിയോഗിക്കപ്പെടുന്നവനും ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായിട്ടാണ് ഇരിക്കേണ്ടി വരിക. ദൈവം അവനിൽ വസിച്ച് തന്നിലൂടെ തൻ്റെ പ്രവൃത്തി ചെയ്യുകയാണ് ചെയ്യുന്നത്. ദൈവാത്മാവില്ലാത്തവനിൽ ദൈവമില്ല. ദൈവാത്മാവില്ലാത്തവന് ആ ശുശ്രൂഷ ചെയ്യുവാൻ അതുകൊണ്ട് കഴിയുകയുമില്ല. ഇങ്ങനെ തന്നെയാണ് പുതിയ നിയമകാലത്തും ദൈവസഭയുടെ ഇടയൻ ദൈവാത്മാവുള്ളവനായിരിക്കണം. ഈ കാലത്ത് ക്രിസ്തുവിനെ അറിയാത്തവരും ക്രിസ്തുവിൻ്റെ ആത്മാവ് അകതാരിൽ ഇല്ലാത്തവരുമായ അനേകർ ദൈവജനത്തിന് ഇടയന്മാരായി നിയമിക്കപ്പെടുന്നുണ്ട്. അവർ എങ്ങനെ ദൈവജനത്തെ നീതി പാതയിൽ നടത്തും? നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവർക്ക് സാധിക്കില്ല. ദൈവസഭയുടെ ഇടയൻ ദൈവം തിരഞ്ഞെടുത്തവനായിരിക്കണം എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. അതുകൊണ്ടാണ് എൻ്റെ ആത്മാവുള്ള പുരുഷനായി നൂന്റെ മകനായ യോശുവയെ വിളിച്ച് അവന് ആജ്ഞ കൊടുക്കുക എന്ന് ദൈവം പറഞ്ഞത്. തൻ്റെ ആത്മാവുള്ള ഏതെങ്കിലും ഒരു പുരുഷനെ നിയമിക്കുവാൻ അല്ല ദൈവം ആജ്ഞ നൽകിയത്. നൂന്റെ മകനായ യോശുവ എന്ന് ദൈവം പേരെടുത്ത് പറയുകയായിരുന്നു. ആരെ നിയമിക്കണം എന്നത് സംബന്ധിച്ച് മോശയ്ക്ക് ഒരു തിരഞ്ഞെടുപ്പും ഇല്ലായിരുന്നു. അതുപോലെ ആകുന്നു ഇന്നും. ആകയാൽ ആരും സ്വന്തം ഇഷ്ടപ്രകാരം മൂപ്പന്മാരാകരുത്. അത് ദൈവസഭയ്ക്ക് ഹാനികരമാകും എന്നുള്ളത് ഉറപ്പാണ്. അത് ദൈവിക വ്യവസ്ഥയുടെ ലംഘനവുമാണ്. ദൈവത്തെ എന്തിന് മുഷിപ്പിക്കണം? ശ്രദ്ധിക്കുക, ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ ഒരു രാത്രി മുഴുവനും കഴിച്ച ശേഷമാണ് യേശു കർത്താവ് പന്തിരുവരെ തിരഞ്ഞെടുത്തത് എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ലൂക്കോസ് 6-ാം അധ്യായം വായിച്ചാട്ടെ. ആരെയെല്ലാം തിരഞ്ഞെടുക്കണം എന്നത് സംബന്ധിച്ച പിതാവിന്റെ ഹിതമായിരുന്നു അവിടുന്ന് പ്രാർത്ഥനയിൽ അന്വേഷിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർത്താവ് പോലും സ്വന്തം ഇഷ്ടം ചെയ്തില്ല എങ്കിൽ നമുക്ക് സ്വന്തം ഇഷ്ടം ചെയ്യുവാൻ പാടുണ്ടോ? ഇല്ല, ഒരിക്കലും പാടില്ല. കർത്താവ് നമുക്ക് മാതൃകയായിരിക്കുന്നു. ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 13 നാം വായിക്കുന്നുണ്ട്. 6 എന്ന തീരുമാനം അതുകൊണ്ട് മനുഷ്യൻ്റെതല്ല, പരിശുദ്ധാത്മാവിൻ്റെതായിരുന്നു എന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. തിമോത്തിക്കും തീത്തോസിനും എഴുതിയ ലേഖനങ്ങളിൽ അധ്യക്ഷന്മാരെ എങ്ങനെ തിരിച്ചറിയാം, അവരുടെ യോഗ്യത എന്തെല്ലാമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീത്തോസിൽ ഒരു കണ്ടീഷണൽ ക്ലോസ് വെച്ചിട്ടാണ് തീത്തോസിനോട് സംസാരിച്ചിരിക്കുന്നത്. 5-ാം വാക്യം ഞാൻ വായിക്കാം. ഇംഗ്ലീഷിലാണ് വായിക്കുന്നത്, കാരണം മലയാളത്തിൽ ആ കണ്ടീഷണൽ ക്ലോസ് തർജ്ജമ ചെയ്തിട്ടില്ല. അപ്പോയിന്റ് എൽഡേഴ്സ് ഇൻ എവറി സിറ്റി ആസ് ഐ കമാൻഡഡ് യു, ഇഫ് എനി ബി ബ്ലെയിംലെസ്, ദ ഹസ്ബൻഡ് ഓഫ് വൺ വൈഫ്, having faithful children, not accused of riot or unruly. If any be എന്നുള്ള പ്രത്യേക പദപ്രയോഗം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആ യോഗ്യത ഉള്ളവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ആക്കി വെക്കുവാനാണ് കൽപ്പന. അവരെയാണ് ദൈവം നിയമിച്ചിരിക്കുന്നത് എന്നാണ് അവരുടെ യോഗ്യത എടുത്ത് കാണിക്കുന്നത്. ബൈബിൾ കോളേജിൽ പഠിക്കുന്നതിൽ തെറ്റില്ല എങ്കിലും അങ്ങനെ പഠിച്ചിട്ടുണ്ടോ എന്നതല്ല യോഗ്യതയായിട്ടിരിക്കുന്നത്. ലോകപരമായ വിദ്യാഭ്യാസമോ പരിജ്ഞാനമോ അല്ല ദൈവസഭയെ മേയിക്കുവാൻ യോഗ്യതയായിട്ട് ഇരിക്കുന്നത്. സഭയിലുള്ളവരുടെയോ
അവരെ ആക്കി വെക്കുന്നവരുടെയോ ഇഷ്ടനാണ് എന്നതും അല്ല യോഗ്യതയായിട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ആക്കി വെച്ചിട്ടുണ്ടോ എന്നതാണ് യഥാർത്ഥ യോഗ്യത. പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ചു എന്നാണ് ദൈവവചനം. അവരെ കണ്ടുപിടിക്കുക, നിയമിക്കുക, അതാണ് ആവശ്യം, അതാണ് കരണീയം. എനിക്കറിയാവുന്ന ഒരു സഭ കർണാടകയിലുണ്ട്. സ്ഥലപ്പേര് ഞാൻ പറയുന്നില്ല. സഭയിലെ മൂപ്പന് 3-ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ. കർഷകനാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ സഭ വളർന്നു. അവിടെ നിന്ന് ഒരു സുവിശേഷകനും എഴുന്നേൽപ്പിക്കപ്പെട്ടു. അദ്ദേഹവും വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവനൊന്നുമല്ല. എങ്കിലും തൻ്റെ ശുശ്രൂഷയാൽ വടക്കൻ കർണാടകയിൽ മറ്റൊരു സഭ ഉണ്ടായി. എന്താണ് അവരുടെ വിജയരഹസ്യം എന്ന് ചോദിച്ചാൽ, അവർ ദൈവത്താൽ നിയമിതരായിരുന്നു. അതാണ് അതിൻ്റെ കാരണം. ഇനി എങ്ങനെയാണ് ഇടയന്മാരെ ആക്കി വെക്കേണ്ടത് എന്നും നമുക്ക് ആ വചനഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം നിയമിച്ചവനെ മനുഷ്യനാക്കി വെക്കണം എന്നത് ഒരു ദൈവിക ക്രമമാണ്. ദൈവം നിയമിച്ചവൻ നൂന്റെ മകനായ യോശുവായിരുന്നു. എങ്കിലും മോശയോട് അവനെ ആക്കി വെക്കുവാൻ ദൈവം കൽപ്പിച്ചു. അഹറോനെ മോശയാക്കി വെച്ചു, ദാവീദിനെ ശമൂവേലാക്കി വെച്ചു, എലീശയെ ഏലിയാവാക്കി വെച്ചു. ഇതെല്ലാം ഉദാഹരണങ്ങളാണ്. ദൈവം നിയമിച്ചവരെയാണ് അന്ത്യോക്യയിലെ സഭ വേലയ്ക്കായിട്ട് പറഞ്ഞയച്ചത്. ദൈവം നിയമിച്ചവരെയാണ് പൗലോസും ബർണബാസും മൂപ്പന്മാരായി ആക്കി വെച്ചത്. ദൈവം നിയമിച്ചവനെ മാത്രം മനുഷ്യനാക്കി വെക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ഇനി ചിന്തിക്കാം. ദൈവം നിയമിച്ചവനെ മാത്രം മനുഷ്യനാക്കി വെക്കുമ്പോൾ ദൈവം നിയമിച്ചിട്ടില്ലാത്തവർ മൂപ്പന്മാർ ആകുവാനായിട്ടുള്ള സാധ്യത കുറയുകയാണ് ചെയ്യുന്നത്. ദൈവസഭയിൽ ദൈവേഷ്ടം നടപ്പിലാകുന്നു എന്നുള്ള ഒരു സന്തോഷകരമായ കാര്യം ഉണ്ടാകും. അതാണല്ലോ ആവശ്യമായിരിക്കുന്നത്. അതാണല്ലോ ദൈവത്തിന് പ്രസാദകരമായിട്ട് തീരുക. ഇടയനെ ആക്കി വെക്കുന്നവൻ ഇടയനായിരിക്കണം എന്നുള്ളതാണ് ഇനി സ്മരിക്കുവാനായിട്ടുള്ള, ഓർക്കുവാനായിട്ടുള്ള കാര്യം. ദൈവത്തിന്റെ പ്രതിനിധിയായി യോശുവയെ ഇടയനാക്കി വെച്ചവൻ അതിനു മുമ്പേ ഇടയനായിരിക്കുന്ന മോശെ ആയിരുന്നു. അപ്പസ്തോലന്മാരെ ആക്കി വെച്ച ഇടയൻ കർത്താവ്. അപ്പസ്തോലന്മാർ മൂപ്പന്മാരെ ആക്കി വെച്ചപ്പോൾ അപ്പസ്തോലന്മാർ അതിനു മുമ്പ് ഇടയന്മാരായിരുന്നു. ഇതൊക്കെ നമുക്ക് ഓർമ്മിക്കത്തക്കതാണ്. പുതിയ നിയമകാലത്തും ഇങ്ങനെ തന്നെയാണ് ഉള്ളത്. ഇടയ ശ്രേഷ്ഠനായ യേശു ക്രിസ്തു പന്തിരുവരെ ഇടയന്മാരായിട്ടും കൂടെയാണ് ആക്കി വെച്ചത്. ഉദാഹരണത്തിന് അവിടുന്ന് പത്രോസിനോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അതുകൊണ്ട് അപ്പസ്തോലന്മാർ ഇടയന്മാരും ആയിരുന്നു. യോഹന്നാൻ 21:15. അപ്പസ്തോലന്മാർ ദൈവജനത്തെ പുറപ്പെടുവിക്കുന്നവരും നടത്തുന്നവരുമായിരുന്നു. അതായത് ദൈവജനത്തെ സുവിശേഷത്താൽ രക്ഷയിലേക്ക് നയിച്ച് സ്നാനപ്പെടുത്തി സഭാബന്ധത്തിലേക്ക് കൊണ്ടുവരുന്നവർ ആയിരുന്നു. അതുകൊണ്ട് അവർ ഇടയന്മാരായിരുന്നു. കാരണം അവർ ചെയ്തിരുന്ന ശുശ്രൂഷ, ഫലകരമായി ചെയ്ത ശുശ്രൂഷ ഇടയ ശുശ്രൂഷയായിരുന്നു. ഇതുകൊണ്ടാണ് 1 പത്രോസ് 5:1 പത്രോസ് സ്വയം ഒരു കൂട്ടുമൂപ്പനായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 20:28 പ്രകാരം മൂപ്പൻ ഇടയനുമാണ്, അധ്യക്ഷനുമാണ്. ഇത് തന്നെയാണ് അപ്പോസ്തലന്മാരും ചെയ്തിരുന്നത്. സഭയുടെ മൂപ്പൻ ഒരു സ്ഥലം സഭയിൽ ഇടയനും അധ്യക്ഷനുമായിരിക്കുമ്പോൾ അപ്പോസ്തലന്മാർ അവരെ അയച്ചിരുന്നിടത്തെല്ലാം ഇടയനായിട്ടിരുന്നു, അധ്യക്ഷത ചെയ്തു പോന്നു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് കർത്താവ് കൽപ്പിച്ച ശുശ്രൂഷയാണ് ചെയ്തിരുന്നത്. ഇന്ന് കർത്താവിനാൽ നിയമിക്കപ്പെട്ടവരും അയക്കപ്പെട്ടവരുമായ സുവിശേഷകന്മാരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പസ്തോലന്മാരെ പോലെ ഇവരും ദൈവജനത്തെ സുവിശേഷ ഘോഷണം നടത്തി കണ്ടുപിടിച്ച് പുറപ്പെടുവിച്ച് സഭാബന്ധത്തിലേക്ക് കൊണ്ടുവരുന്നു. കാണാതെ പോയ ആടുകളെ കണ്ടെത്തി ദൈവഭവനത്തിലേക്ക് കൊണ്ടുവരുന്ന ഇടയ ശുശ്രൂഷയല്ലേ അതെ. മുന്നോട്ട് വരുന്ന ആത്മാക്കളെ വചനം പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന ഇടയ ശുശ്രൂഷയല്ലേ അതെ. എന്നിട്ടും ചിലർ സുവിശേഷന്റെ ശുശ്രൂഷ പുറത്താണെന്ന് പറയുന്നത് പരിജ്ഞാനക്കുറവല്ലേ അതെ. അതിലൊരു പക്വതയില്ലായ്മയും സ്വാർത്ഥ താല്പര്യങ്ങളും ഉണ്ടാകാം. ഇടയന്മാരെ ആക്കി വെക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യം ഇന്ന് ആർ അത് ചെയ്യും എന്നുള്ളതാണ്. അന്ന് അപ്പസ്തോലന്മാരാണ് അത് ചെയ്തത്. പക്ഷെ ഇന്ന് അപ്പസ്തോലന്മാരില്ലല്ലോ. അതുകൊണ്ട് ആരത് ചെയ്യും എന്ന ചോദ്യം ഉയരാറുണ്ട്. ഇന്ന് അപ്പസ്തോലന്മാരില്ലാത്തത് കൊണ്ട് ആരും അത് ചെയ്യേണ്ടതില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതുകൊണ്ട്
മൂപ്പന്മാരെ ആക്കി വെക്കാത്ത സഭകൾ ഇന്ന് അനവധിയാണ്. അതുകൊണ്ട് പലരും സ്വയം മൂപ്പന്മാരാകാറുണ്ട്. ദൈവകൃപയുള്ളവരും കൃപയില്ലാത്തവരും, വിളിയുള്ളവരും വിളിയില്ലാത്തവരും, നിയമിതരും നിയമിതരല്ലാത്തവരും. അപ്പസ്തോലന്മാരില്ല എങ്കിലും ഇല്ലാത്ത അപ്പസ്തോലന്മാരെ ഉണ്ടാക്കുന്ന സഭാ വിഭാഗങ്ങളും ഉണ്ട്. എന്നാൽ വചനം എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പസ്തോലനായ പൗലോസ് തീത്തോസിനെ ക്രേത്തയിൽ അയച്ചതിൻ്റെ ഒരു കാര്യം താൻ അവിടെ മൂപ്പന്മാരെ ആക്കി വെക്കണം എന്നുള്ളതായിരുന്നു. കാരണം ക്രേത്തയിലെ സഭയിൽ ആ സമയത്ത് മൂപ്പന്മാരില്ലായിരുന്നു. തിമോത്തിയെ എഫെസോസിൽ വിട്ടപ്പോഴും ഈ ഒരു ഉദ്ദേശം അവിടെ ഉണ്ടായിരുന്നു. തീത്തോസ് ശുശ്രൂഷയുടെ പാതയിൽ ആരായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ തിമോത്തിയെ കുറിച്ച് താൻ ഒരു സുവിശേഷകനായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 തിമോത്തി 4-ാം അധ്യായത്തിൽ അത് വ്യക്തമാണ്. ഇതിനർത്ഥം സുവിശേഷകന്മാർക്ക് മൂപ്പന്മാരെ ആക്കി വെക്കുവാൻ വചന അനുവാദം നൽകുന്നുണ്ട് എന്നാണ്. ഇടയനെ ആക്കി വെക്കുന്നവൻ ദൈവത്താൽ അതിനായി നിയോഗിതരായിരിക്കണം എന്നതാണ് അടുത്ത കാര്യം. ദൈവം കൽപ്പിച്ചിട്ടാണ് അത് ചെയ്യേണ്ടത്. സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുവാൻ പാടില്ല എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. ഇനി 19-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. അവൻ്റെ മേൽ കൈവച്ച് അവന് പുരോഹിതനായ എലയാസാറിൻ്റെയും സർവ്വസഭയുടെയും മുമ്പാകെ നിർത്തി അവർ കാണുകെ അവന് ആജ്ഞ കൊടുക്കുക. 19-ാം വാക്യത്തിൻ്റെ വായനയിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇനി പറയാം. ദൈവത്തിൻ്റെ പ്രതിനിധിയായി അവനെ ആക്കി വെക്കുന്നവൻ അവൻ്റെ മേൽ കൈവച്ച് അവന് ഇടയനായിരിക്കുവാനുള്ള ആജ്ഞ കൊടുക്കണം എന്നാണ് മോശയോട് പറഞ്ഞതിലെ താല്പര്യം. പുതിയ നിയമകാലത്തും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. യോഗ്യതയുള്ളവനെ കണ്ടെത്തി ആജ്ഞ നൽകി കൈവച്ച് അവനെ ആക്കി വെക്കണം. കൈവെപ്പ് ആവശ്യമാണോ എന്ന് ഉള്ള ചോദ്യം വരും. പ്രത്യേകിച്ച് ബ്രദറൻ സമൂഹം പോലെയുള്ള സഭകളിൽ അങ്ങനെ ഒരു ചോദ്യം വരും. മൂപ്പന്മാരെ ആക്കി വെക്കുന്നതിനുള്ള ബന്ധത്തിൽ കൈവെപ്പ് ഉണ്ടായിരിക്കണമെന്ന വ്യക്തമായ കൽപ്പനയോ ചെയ്തു കാണിച്ച മാതൃകയോ ഇല്ലാത്തത് കൊണ്ട് കൈവെപ്പ് വേണ്ടതില്ല എന്നൊരു നിലപാട് ബ്രദറൻ സമൂഹത്തിലുണ്ട്. എന്നാൽ അങ്ങനെയാണോ തിരുവചനം നൽകുന്ന സൂചന? നമുക്ക് നോക്കാം. 1, യെരുശലേമിലെ സഭയിൽ ആ 7 ശുശ്രൂഷകന്മാരെ അപ്പസ്തോലന്മാരെ ആക്കി വെക്കുമ്പോൾ കൈവെപ്പ് നടത്തുന്നുണ്ട്. 6-ാം അധ്യായം 6-ാം വാക്യം. 2, അപ്പസ്തോല പ്രവൃത്തി 13-3 ശൗലിനെയും ബർണ്ണബാസിനെയും അപ്പസ്തോലിക ദൗത്യത്തിന് പറഞ്ഞയക്കുമ്പോഴും കൈവെപ്പ് നടത്തുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ കൈവെപ്പ് നടത്തിയവർ അപ്പസ്തോലന്മാരായിരുന്നില്ല എന്നത് ശ്രദ്ധേയമായ കുറിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പസ്തോലന്മാർ മാത്രമേ കൈവെപ്പ് നടത്താവൂ എന്നൊന്നുമില്ല. ഇന്നും സുവിശേഷകന്മാരെ ആക്കി വെക്കുമ്പോൾ ചിലർ കൈവെപ്പ് നടത്തുന്നുണ്ട്, ബ്രദറൻ സമൂഹത്തിൽ തന്നെ നടത്തുന്നുണ്ട് എന്ന് എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല, ശരിയാണ്. അടുത്ത കാലത്ത് തൃശ്ശൂർ കണ്ണാറ സഭയിൽ അത് നടന്നതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കാണുകയുണ്ടായി. അങ്ങനെ ഇരിക്കെ അപ്പസ്തോലനായ പൗലോസും ബർണ്ണബാസും സഭകൾ തോറും മൂപ്പന്മാരെ ആക്കി വെക്കുമ്പോൾ അവർ കൈവെപ്പ് നടത്തിയെന്ന് എടുത്തു പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് മാത്രം കൈവെപ്പ് നടത്തിയിട്ടില്ല എന്ന് അനുമാനിക്കേണ്ട ആവശ്യമുണ്ടോ? കൈവെപ്പ് നിരാകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. 1 തിമോത്തി 5:22 യാതൊരുത്തിൻ്റെ മേലും വേഗത്തിൽ കൈവെക്കരുത് എന്നെഴുതിയിട്ടുണ്ട്. ഈ വാക്യശകലത്തെ അതിന് തൊട്ടു മുമ്പുള്ള വാക്യങ്ങൾ മൂപ്പന്മാരോടുള്ള ബന്ധത്തിലുള്ളവ ആകയാൽ മൂപ്പന്മാരെ ആക്കി വെക്കുന്നതിനുള്ള ബന്ധത്തിലായിട്ടാണ് കാണേണ്ടത്. കാരണം ഒരു കോണ്ടെക്സ്റ്റാണ്, ഒരു സന്ദർഭമാണ്. യാതൊരുത്തിൻ്റെ മേലും വേഗത്തിൽ കൈവയ്ക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. 1, അത് കൈവെപ്പ് ഒരു അംഗീകാരത്തിൻ്റെ അടയാളമാണ്. 2, അവരെ ആദ്യം പരീക്ഷിക്കുക. ഏതൊരു ശുശ്രൂഷകനെ ആക്കി വെക്കുന്നതിന് മുമ്പായിട്ട് അവരെ പരീക്ഷിച്ച് അവർ കൊള്ളാവുന്നവരായിട്ട് തെളിയണമെന്നാണ്. അവരെ ആദ്യം പരീക്ഷിക്കുകയും അനിന്യരായി കണ്ടാൽ അവർ ശുശ്രൂഷ ഏൽക്കട്ടെ എന്ന് തിമോത്തിക്ക് കൊടുത്ത ആ നിർദ്ദേശപ്രകാരം സമയമെടുത്ത് ശുശ്രൂഷ ഏൽക്കേണ്ടവരെ പരീക്ഷിച്ച് ബോധ്യപ്പെട്ട ശേഷം അല്ലാതെ വേഗത്തിൽ കൈവെപ്പ് നടത്തി എങ്ങനെയുള്ളവരാണ് എന്നൊന്നും മനസ്സിലാക്കാതെ അവരുടെ പാപത്തിൽ ഓഹരിക്കാരാകാതെ ഇരിക്കുവാനാണ്
1 തിമോത്തി 5:22 തിമോത്തിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് മൂപ്പന്മാരെ ആക്കി വെക്കുന്നതിനും കൈവെപ്പ് വേണമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 13-ാം അധ്യായത്തിന്റെ അപ്പസ്തോലപ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 3-ൽ ശൗലിനെയും ബർണ്ണബാസിനെയും അപ്പസ്തോലിക ദൗത്യത്തിന് പറഞ്ഞയക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്കത് ശ്രദ്ധിക്കാം. ഒന്ന്, അന്ത്യോക്യ സഭയിലെ ഇടയന്മാർ എന്ന് ന്യായമായി കരുതാവുന്ന 5 പേർ ആരാധിച്ചു ഉപവസിച്ചും കൊണ്ടിരിക്കുകയാണ്. ഞാൻ ബർണ്ണബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്നൊരു സന്ദേശം അവർക്ക് ലഭിച്ചു. ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുന്ന ഒരു നേതൃത്വത്തിനാണ് അത് കേൾക്കുവാൻ കഴിഞ്ഞത് എന്നത് ശ്രദ്ധേയമാണ്. നേതൃത്വത്തിൽ ഇരിക്കുന്നവർ ദൈവത്തെ ആരാധിക്കുവാനും ഉപവസിക്കുവാനുമുള്ള സമയം കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. മൂപ്പന്മാരെ ആക്കി വെക്കുന്നതിനുള്ള ബന്ധത്തിൽ ശൗലിനും ബർണ്ണബാസിനും ഇങ്ങനെ ഒരു സന്ദേശം ലഭിച്ചു എന്നാണ് നമുക്ക് കരുതേണ്ടത്. അവർ വീണ്ടും ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. അവർ കേട്ട സന്ദേശത്തെ ഒന്നുകൂടെ ഉറപ്പിച്ചു. ഉപവാസവും പ്രാർത്ഥനയും നടത്തിക്കൊണ്ട് പന്തിരുവരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ബന്ധത്തിൽ അവരുടെ അരുമനാഥൻ ചെയ്തു കാണിച്ചത് അങ്ങനെയായിരുന്നു. പന്തിരുവരെ നിയമിക്കുന്നതിന് മുമ്പ് ഒരു രാത്രി മുഴുവനും താൻ പ്രാർത്ഥിച്ചു. ഇന്നും അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ആദ്യം പരിശുദ്ധാത്മാവിന്റെ നിർദ്ദേശം ലഭിക്കണം, പിന്നെ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് കർത്താവിങ്കൽ അവരെ ഭരമേൽപ്പിക്കണം, പിന്നെ കൈവെപ്പ് നടത്തണം. ഏലിയാസാറും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും യോശുവയുടെ വാക്ക് പ്രകാരം പോവുകയും അവന്റെ വാക്ക് പ്രകാരം വരികയും വേണമായിരുന്നു. അഥവാ യോശുവയുടെ വാക്കനുസരിച്ച് അവരും നടക്കേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് യോശുവയെ ഇടയനായി നിയമിക്കുമ്പോൾ അത് അവരെല്ലാവരും കാണുക ചെയ്യണമായിരുന്നു എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അവനെ പുരോഹിതനായ എലയാസാറിന്റെയും സർവ്വസഭയുടെയും മുമ്പാകെ നിർത്തി അവർ കാണുക അവന് ആജ്ഞ കൊടുക്കുക. ഇന്നും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ വേണ്ടത്. ദൈവസഭ മൂപ്പന്മാരെ അനുസരിക്കണമെങ്കിൽ അവർ ദൈവത്താൽ നിയമിതരാണെന്നുള്ള ബോധ്യം അവർക്കുണ്ടാകേണ്ടതുണ്ട്. അവരിൽ ആ ബോധ്യം കാര്യകാരണ സഹിതം നൽകുവാൻ ആക്കി വെക്കുന്നവർക്ക് ചുമതലയുണ്ട്. എന്നിട്ട് ആക്കി വെക്കണം. അപ്പോൾ അവർക്ക് ബോധ്യം ഉണ്ടാകും. അനുഗ്രഹീതമായൊരു നേതൃത്വം സഭയിൽ ഉണ്ടാവുകയും ചെയ്യും. ഈ ക്ലാസ്സിൽ ഞാൻ അവതരിപ്പിച്ചത് ദൈവസഭയുടെ ഭരണവും ഭരണകർത്താക്കന്മാരെ സംബന്ധിച്ച കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഉപകാരമായിട്ട് തീരും എന്ന് വിശ്വസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ സഭ മൂലം തനിക്ക് തലമുറകളായിട്ട് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ആമേൻ.